പുല്ലുകുളങ്ങര ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ നടന്ന കർക്കിടക വാവുബലി തർപ്പണത്തിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. പുലർച്ചെ 4:30 തുടങ്ങിയ ബലികർമ്മം 10:30 വരെ നീണ്ടുനിന്നു. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലികർമ്മത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. പുലർച്ചെ 4:30 തുടങ്ങിയ ബലി ചടങ്ങുകൾ 10:30 വരെ നീണ്ടു. അജ്ഞാത പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് അവരെ ഈ അമാവാസ ദിനത്തിന് സ്വാർത്ഥം കൂട്ടി പിതൃകർമ്മം ചെയ്ത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലേക്ക് നമ്മൾ ആവാഹിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എല്ലാ പിതൃക്കളെയും ഇന്നേ ദിവസം സ്വാർത്ഥം കൂട്ടി പിതൃകർമ്മം ചെയ്ത് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നതിലേക്ക് ആവാഹിക്കുന്നതായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഇലയിലേക്ക് വെക്കുക. ആ പിതൃക്കൾക്ക് വേണ്ടി ബലി തർപ്പണം നടന്നിരിക്കുകയാണ്. സർവ്വദോഷങ്ങളും ക്ഷമിച്ച് സന്തതി പരമ്പരകളെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. ഈ മന്ത്രം ജപിക്കുക. ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ഗണേശ സ്മൃതി മണ്ഡപത്തിൽ തയ്യാറാക്കിയ ബലിമണ്ഡപത്തിലെത്തി ഭക്തർ ബലികർമ്മം ചെയ്യുന്ന രീതിയിലായിരുന്നു ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നത്. കർക്കിടക ബലിയോടൊപ്പം ക്ഷേത്രം സേവാപന്തലിൽ സജ്ജമാക്കിയ യജ്ഞമണ്ഡപത്തിൽ തിലഹവനം, പിതൃപൂജ എന്നിവയും നടന്നു. ചടങ്ങുകൾക്ക് മേൽശാന്തി വെള്ളിമന സതീഷ് നമ്പൂതിരി, രാംകുമാർ നമ്പൂതിരി, ഈശ്വരൻ നമ്പൂതിരി, വൈഷ്ണവ് പോറ്റി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ, സെക്രട്ടറി സുരേഷ് രാമനാമഠം, കെ ബാബു, മനോജ് പട്ടോളി, എസ് ഗോപകുമാർ, സുജിത് കണ്ണൻ നായർ, ഹരി അരുണോദയം, ജയപ്രകാശ് തച്ചാറ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഏതാനും വർഷങ്ങളായിട്ടാണ് ഈ ബലിതർപ്പണം നടക്കുന്നത്, കർക്കിടവാവ് ബലിതർപ്പണം. കാരണം ദേവവിധി പ്രകാരം ക്ഷേത്രത്തിലെ ധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠയാണെങ്കിലും ഭഗവാൻ ശിവൻ പൂർണ്ണ സജ്ജമായി നിലകൊള്ളുന്നതിനാൽ ഈ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടക്കുന്നത് ഉത്തമമെന്ന് താന്ത്രിക വിധി ഉണ്ടായതിനാലാണ് കഴിഞ്ഞ 3-4 വർഷക്കാലമായി ഇവിടെ ഈ ബലിതർപ്പണം നടക്കുന്നത്. അഭൂതപൂർവമായ തിരക്കാണ്. കാരണം എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 100-200 പേർക്ക് ഒരേ സമയത്ത് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ളതും, അതേപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സൗകര്യങ്ങൾ, അവർക്ക് കുളിക്കടവിലും അല്ലാതെ ബാത്റൂമുകൾ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും സജ്ജമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ബലിതർപ്പണത്തിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ഒരേ മനസ്സോടെ ദിവസങ്ങളായി ഈ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ബലിതർപ്പണം ഇത്ര വിജയകരമായി പൂർത്തിയായത്. രാവിലെ 4 മണി മുതൽ അഭൂതപൂർവമായി തിരക്കായിരുന്നു. ഏതാണ്ട് 8 മണി വരെയാണ് ബലിതർപ്പണം നടന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ബലിതർപ്പണത്തിന് എത്തിയിരുന്നു. എല്ലാവർക്കും, മുഴുവൻ പേർക്കും, ബലിതർപ്പണത്തിനെത്തിയ മുഴുവൻ പേർക്കും തൃപ്തിയോടെ മടങ്ങുവാൻ കഴിഞ്ഞു. എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. CDNet ന്യൂസ്, കായംകുളം.